അറ്റ്ലീസ്റ്റ് ഒന്ന് കുനിയുമ്പോൾ കൈ വെക്കായിരുന്നില്ലെന്ന് ചോദിച്ചു. എന്തിനാണ് കൈ വെക്കണേ? ഈ വീഡിയോ കാണുന്ന ആണുങ്ങൾക്കറിയാം, പെണ്ണുങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം ഇതെന്താണെന്നുള്ളത്, മുല എന്താണെന്നുള്ളത്. നമ്മൾ മുലയായി ചിന്തിക്കുമ്പോഴാണല്ലോ. ഇപ്പൊ ഈ കുനിഞ്ഞത് നമ്മുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ നോക്കുക, നമ്മുടെ പെങ്ങന്മാരാണെന്ന് നമ്മൾ എങ്ങനെ നോക്കുക? അത് വേറെ വീട്ടിലൊരു പെണ്ണാണെന്നുണ്ടെങ്കിൽ അത് അവിടെ സെക്സ്, അല്ലെങ്കിൽ അവിടെ വേറൊരു രീതിയിലാണല്ലോ. ഇപ്പൊ നമ്മുടെ അമ്മ പെട്ടെന്ന് കുനിഞ്ഞു, അമ്മയ്ക്ക് അത് കൈവയ്ക്കാൻ പറ്റിയില്ല. നിങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കുക? പൊക്കി പിടിച്ച പെണ്ണുമ്പിള്ളേനെ ഞാൻ നേരിട്ട് വന്ന് ഞാൻ എന്തായാലും ട്രാൻസ്ജെൻഡർ ദീപ്തി കല്യാണി പറഞ്ഞ വാക്കുകൾ കേട്ടല്ലോ. മലയെ മലയായി കാണുമ്പോഴാണ് മല എന്താണെന്ന് മനസ്സിലാവുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ മലയെ മലയായിട്ട് നിങ്ങൾ ആരും കാണണ്ട, അത് മലയാണെന്ന് കാണുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാതെ മല നമ്മൾ ഇപ്പൊ സാധാരണ ഒരു മലയായി കണ്ടാൽ മതി. മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായില്ലേ? അതാണ്. അപ്പം മക്കളെ, ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ താരങ്ങൾ. അതായത് കുറച്ച് വെച്ച് പിടിപ്പിച്ച സാധനങ്ങളും കുറച്ച് ഓപ്പൺ ചെയ്ത ഡ്രസ്സുകളും ഉണ്ടെങ്കിൽ അവർക്ക് എന്തുമാകാം, എവിടെയും വരെത്തും. ഇപ്പൊ ഇവരെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ആൾക്കാരെ ഉള്ളൂ അല്ലെ? അല്പവസ്ത്രധാരികളായിട്ടുള്ള ആൾക്കാരും വെച്ചു പിടിപ്പിച്ചിട്ടുള്ള കൈയും മൊയും വെച്ചു പിടിപ്പിച്ചിട്ടുള്ള ആൾക്കാരും ഇവരൊക്കെ ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോ നെട്ടോട്ടോടാണ്. ആര്? ചാനലര് റേറ്റ് കൂട്ടണ്ടേ? അവരിങ്ങനെ ഓടിക്കളിക്കണം, നെട്ടോട്ടോടണം. അങ്ങോട്ട് ഓടുമ്പോ ഇവിടെ, ഇവിടെ ഓടുമ്പോ അവിടെ, അവിടെ ഓടുമ്പോ ഇവിടെ, ഇങ്ങനെ ഓരോരുത്തരെ ഓരോ സ്ഥലത്ത് പോകുമ്പോ ഓരോരുത്തർ ഓരോ സ്ഥലത്ത് നിന്ന് കാണിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അങ്ങോട്ട് ഓടും, കുറെ ഇങ്ങോട്ട് ഓടും. മാന്യം മര്യാദക്ക് നല്ല മോട്ടിവേഷൻ ആയിട്ട് നല്ല അടിച്ച പൊളി വീഡിയോസ് ആരിട്ടാലും കാണാൻ ആൾക്കാരില്ല. കാരണം എന്താ? അവിടെ കാണാൻ പറ്റുന്ന ചേലുള്ള സാധനങ്ങളൊന്നും പുറത്ത് കാണിക്കുന്നില്ല. ഇവളിപ്പോ പറഞ്ഞ ഈ ദീപ്തി പറഞ്ഞ കാര്യം പറയട്ടെ. എനിക്ക് 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാണ്. അതായത് അൽഹംദുലില്ലാ പെൺകുട്ടിയും ആൺകുട്ടിയും ഉള്ള ഒരു മാതാവാണ് ഞാൻ. നമ്മളൊക്കെ ഇതേപോലെ കുനിഞ്ഞു നിൽക്കുമ്പം ഇങ്ങോട്ട് പോരട്ടെ പോന്നോട്ടെ, നിവർന്ന് നിൽക്കുമ്പോ അങ്ങോട്ട് പോണത് പോട്ടെ എന്നൊന്നും പറഞ്ഞ നമ്മൾക്കില്ല. അത് ഈ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ശരി, ആരെന്നായാലും ശരി, നമ്മളെ മുന്നിൽ ഉണ്ടാവുമ്പോ നമ്മൾ അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഇങ്ങനെ കൈവെച്ച് പോകും അല്ലേ? സ്റ്റിച്ച് ചെയ്യുമ്പോ പോലും നമ്മള് എന്താ, ഒരാൾ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മളെ ഡ്രസ്സ് ഷാൾ ഇവിടെ ഇല്ലെങ്കിൽ നമ്മളപ്പം നമ്മളവിടെ മറച്ചിട്ട് അപ്പൊ കുനിഞ്ഞു നിന്ന് പിന്നെ അടിച്ചു വരുമ്പോ പുറത്തൊക്കെയാണ് മുറ്റടിക്കണ പറയും വേണ്ട. നമ്മൾ ആളുണ്ടെങ്കിൽ എങ്ങനെ എന്ത് തന്നെ ആയാലും ശരി, മാക്സി ഇനിയിപ്പൊ പിടിച്ചാലും പിടിച്ചില്ലെങ്കിലൊക്കെ ഒരു അസ്വസ്ഥതയാണ്. അപ്പൊ ആളില്ലാതെ അടിക്കണ്ട, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പുറത്തെ വീട്ടില് അയൽവാസികളോ അപ്പുറം ആരെങ്കിലും മുറ്റത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അടിച്ചില്ല എന്നല്ലേ ഉള്ളൂ, പക്ഷെ നമ്മളെ കാണിച്ചു കൊടുത്തെന്നായിരിക്കും മറ്റുള്ളവർക്ക് തോന്നുക. പ്രത്യേകിച്ച് നമ്മൾ കൈ വെക്കുമ്പം അവിടെ ശ്രദ്ധ കൂടുതലാണ് വരിക. അപ്പൊ ശരിക്കും നമ്മൾ ചിലപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും വർക്ക് ചെയ്യാനും. പോരാത്തതിന് അത് കണ്ടോ ഇല്ലേ എന്നുള്ള ഒരു സംശയം അതും ഉണ്ടാവും. ആകെ ഒരു ഇതാവും, നമുക്ക് നല്ല രീതിയിൽ ജോലി ചെയ്യാനും പറ്റില്ല. ഞാൻ എന്താട്ടോ, നമ്മളെ വീടല്ലേ, വേറെ ആരുമില്ലല്ലോ. ഇപ്പൊ ആളുണ്ടെങ്കിലും ശരി, തലെടുത്ത് പോണ കാര്യം ഒന്നല്ലല്ലോ. ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്നല്ലേ ഉള്ളൂ, നമ്മളാണ് മാറി, അത്രേ ഉള്ളൂ. അപ്പൊ എനിക്ക് പറയാനുള്ളതാണ്. വേറൊരു കാര്യം കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് കേട്ടോക്കാം. വസ്ത്രത്തിന്റെ സിബൂരി പോയതാണോ? നോ നോ, ഇതിന്റെ നെക്ക് ഇങ്ങനെയാണ്. ഇനിയിപ്പോ പറയും ഇത് ദീപ്തി ഇറക്കി വലിച്ചിട്ടുന്ന്. ഒരിക്കലും അല്ല, ഈ ഡ്രസ്സ് ഇങ്ങനെയാണ്. മനസ്സിലായില്ലേ? ഇതിന്റെ നെക്ക് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇത്രയും ഡീപ്പായിട്ടുണ്ട്, ബാക്ക് കയറിയിട്ടാണ്. ഇത് ഞാനായിട്ട് വലിച്ചിട്ടതല്ല. ഇത് പിടിച്ച് പൊക്കിക്കൊണ്ട് വരാൻ നിൽക്കണ്ട. കാരണം ഈ ഡ്രസ്സ് ഇറങ്ങിയിരിക്കുന്നത് ഈ പറയുന്ന ഈ കുലസ്ത്രീകൾ പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഡ്രസ്സാണ്, അവരുടെ ട്രാൻസിന് വേണ്ടി ഇറങ്ങിയ ഡ്രസ്സല്ല. അതെ, എന്താ പറഞ്ഞ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്, കുലസ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇറക്കിയുള്ള ഡ്രസ്സാണ്, ട്രാൻസ്ജെൻഡർക്ക് വേണ്ടിയിട്ടുള്ള അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇവള് സ്ത്രീ അല്ല എന്നുള്ളത് മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് ഇവൾക്ക് ഇവിടെയുള്ള പബ്ലികം പുറത്ത് കാണിക്കാൻ തോന്നുന്നത്. മനസ്സിലായില്ലേ? അതായത് ഇവള് സ്ത്രീ അല്ല. ഒരു സ്ത്രീക്ക്, ഒരു കുലസ്ത്രീ ആയ ഒരു തറവാട്ടിൽ പറഞ്ഞ ഒരു സ്ത്രീ, അന്നും പോണ്ട, ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് ഇത്രയും പബ്ലിക്കായിട്ട് ഇതിങ്ങനെ കാണിച്ചു നടക്കാൻ ഇഷ്ടപ്പെടൂല, ഒരിക്കലും ചെയ്യൂല. കാരണം എന്താ വെച്ചാ അവർക്ക് ഒറിജിനലാണ്. അവര് ജനിച്ച ഉടനെ ഉള്ള കാര്യം അത് അവര് പിന്നെ എന്താ പറയാ, അവരെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ട് പരിവർത്തനം വന്ന്
ഓരോ ഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിനോടൊപ്പം അവർക്ക് നാണവും മാനവും അഭിമാനവും ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ സ്ത്രീ ആകുമ്പോൾ. അപ്പം നമ്മളുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ വീട്ടില് നമ്മളെ രക്ഷിതാക്കള് കുഞ്ഞു കുട്ടികളാവുമ്പോ തന്നെ പെൺകുട്ടികളോട് പറയുന്ന ഒരു കാര്യമാണ് മാറി മറക്കേ എന്ന്. കാരണം അത് മറച്ചു വെക്കേണ്ട കാര്യം ആയത് കൊണ്ട് തന്നെ. എന്നാൽ ഇവരെ പോലുള്ളവർക്ക് അത് മറക്കേണ്ട ആവശ്യമില്ല. കാരണം അവര് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ കുത്തിവെച്ചുണ്ടാക്കുന്ന ഒരു സംഭവമാണിത്. സ്ത്രീ അല്ല എന്നുള്ളത് മനസ്സിലാക്കണം നിങ്ങള്. സ്ത്രീ അല്ല അവർ. അപ്പൊ അവർക്ക് അതൊരു നാണക്കേടിന്റെ ഒരു സംഭവമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അത് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. പ്ലസ് അവരുടെ ബിസിനസ്, അവരുടെ ജോലി, അവരുടെ അന്നം ഇതൊക്കെ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാലേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതും ഈ സ്ത്രീകളെയും തമ്മിൽ താരതമ്യപ്പെടുത്തി പറയരുത്. എല്ലാ സ്ത്രീകളും അതുപോലെയല്ല. ഒരു സ്ത്രീയും അങ്ങനെ ആവൂല. ഒരു സ്ത്രീക്കും അങ്ങനെ താല്പര്യപ്പെടുകയില്ല അങ്ങനെ കാണിച്ച് നടക്കാനും അങ്ങനെ ആക്കാനും. കാരണം എന്താ, അവർക്ക് ജന്മനാ അവരുടെ അടുത്തുള്ള ഒരു അവയവമാണത്. അപ്പൊ അവർക്കത് നാലാൾക്കാരെ കാണിച്ചിട്ട് സംഭവമാണെന്ന് ആക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ഇല്ലാത്തവർക്ക് അത് ഉണ്ടാക്കി കാണിക്കുമ്പോഴേ എനിക്ക് ഇങ്ങനൊക്കെ ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവരെ കാണിക്കേണ്ട ആവശ്യം. അതിലൂടെ നിങ്ങൾ വാ, എനിക്ക് വരുമാനം വേണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനാണ് എന്നുള്ളത് ഓപ്പണായി കാണിക്കേണ്ട ആവശ്യം. നമ്മള് ഒരു അവയവം, നമ്മളുടെ മറച്ചു വെക്കേണ്ട അവയവം നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് കാണിക്കുമ്പോൾ അതിന്റെ കാരണം എന്താണ്? മറ്റുള്ളവർ ക്ഷണിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഈ ക്ഷണിച്ചു വരുത്തുന്ന ഒരു സംഭവത്തിനാണ് നമ്മൾ ഇത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അത് ആ ഒരു തൊഴിലാക്കി നടക്കുന്നവർക്കേ അത് അതിന്റെ ഒരു ഇതുള്ളൂ, ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ആ രീതിയിൽ കൂടെ കാണുന്നവർക്കുള്ളൂ. പക്ഷെ അത് അവനവൻ ചെയ്യുന്ന തൊഴിലാണെങ്കിൽ ആ തൊഴിലിനെ മാത്രം പറയാം. അല്ലാതെ കുലസ്ത്രീകളെ അതുപോലെ സ്ത്രീകളെ മൊത്തം അപമാനിച്ചിട്ട് അടക്കി സംസാരിക്കലല്ല വേണ്ടത്. അത് ആ രീതിക്ക് പറയരുത്. ഒരു സ്ത്രീയും അത് ഇഷ്ടപ്പെടുന്നില്ല. അത് അങ്ങനെ അതിന്റെ വഴിക്ക് തന്നെ വിട്ടുകൊടുക്കും. പിന്നെ കുത്തും വരി കോമൊക്കെ ഇട്ടിട്ട് ഉരുട്ടിക്കുട്ടി വെച്ച സംഭവം എപ്പോഴെങ്കിലും കാറ്റ് പോയി കഴിഞ്ഞാൽ അത് പോയി, അത്രേ ഉള്ളൂ. അതുവരെ അത് കാണിക്കത്തുള്ളൂ. ആ കാണിക്കുന്നത് ഇപ്പൊ കാലങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മൾ കേട്ടു എന്തൊക്കെയാണ് പെണ്ണാണാവാനും ആണ് പെണ്ണാവാനും അത് ഇതാവാനും ഇതാവാനും പാടില്ല എന്നൊക്കെ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം വീർപ്പിച്ചു വെച്ചതെല്ലാം ചിക്കിക്കളയ, അത്രേ തന്നെ ഉള്ളൂ. എന്നിട്ട് ഇതും ഇതാക്കി പിടിച്ചിട്ട് മറ്റുള്ള സ്ത്രീകളെ വെല്ലുവിളിച്ചിട്ട് അങ്ങണ്ട് പറഞ്ഞു ഇങ്ങണ്ട് പറഞ്ഞു നടക്കും. നിങ്ങൾക്ക് നടക്കാം. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കണം, എന്താ വെച്ചല്ലേ, ഇങ്ങനത്തെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്ന ഉണ്ണാക്കന്മാരെ സമ്മതിക്കണം. കാരണം വേറെ ഒന്നും കണ്ടില്ല. ആ ചാനൽ റേറ്റ് കൂട്ടാനാണ്. പക്ഷെ ഇപ്പൊ ഇനി ഇതൊക്കെ തന്നെ ഉള്ളൂ കാണാന്. അങ്ങനെയുള്ളവർക്ക് മാത്രം ജീവിക്ക അത്ര തന്നെ ഉള്ളൂ എന്ന് വെച്ചിട്ട് പിന്നെ നമ്മളെ പോലുള്ളവർക്കൊന്നും ജീവിക്കണ്ടെന്നാ. എല്ലാത്തൊരു കഷ്ടം തന്നെയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ മറുപടി അറിയിക്കട്ടോ. ഓക്കെ, വേറൊരു വീഡിയോസുമായി കാണാം.